എല്ലാവർക്കും ട്രേഡേഴ്സ് എഡ്ജിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് മാർക്കറ്റിലെ പ്രതീക്ഷകൾ, മാർക്കറ്റിൽ സ്വന്തമായിട്ട് റൂൾസ് ഉണ്ടാക്കിയിട്ട് ആ റൂൾസിൽ ഉറച്ചു നിൽക്കുകയും എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ജീവിതത്തിൽ പ്രതീക്ഷ വേണം. പക്ഷെ നമുക്ക് ട്രേഡിങ്ങിൽ പ്രതീക്ഷ വേണ്ട. തീർച്ചയായിട്ടും ട്രേഡിങ്ങിൽ പ്രതീക്ഷ വേണ്ട. ട്രേഡിങ്ങിൽ നമുക്ക് വേണ്ടത് സ്വന്തമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കി ആ നിയമങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ട്രേഡറും അതുപോലെ തന്നെ അമേരിക്കൻ ഓത്തറുമായിട്ടുള്ള മാർക്ക് ഡഗ്ലസ്, അദ്ദേഹത്തിൻ്റെ ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന ബുക്കിൽ അദ്ദേഹം വളരെ കറക്റ്റായിട്ട് ഒരുപാട് പോയിന്റ്സ് ട്രേഡിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിലൊരു പോയിന്റ്സ് ആണ്, നിങ്ങൾ എക്സ്പെക്റ്റേഷൻസിൽ നിന്ന് മാറി നിൽക്കുക, പകരം നിങ്ങൾ നിങ്ങളുടെ റൂൾസ് സ്റ്റിക്ക് ഓൺ ആയിട്ടിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് റൂൾസ് ഉണ്ടാക്കേണ്ടത്, ആരാണ് റൂൾസ് ഉണ്ടാക്കേണ്ടതും റൂൾസിൽ ഉറച്ചു നിൽക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമുക്കറിയാം, നമ്മളെല്ലാം 9:15 ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ അവർ 9:15 ഓപ്പൺ ചെയ്ത് 3:30 വരെ മാർക്കറ്റിലുണ്ടാവും. ഓരോ ബ്രേക്ക് ഔട്ട്സുകളും ഓരോ മൂവ്മെൻറ്റുകളും നമുക്ക് ഓപ്പർച്യൂണിറ്റികളായിട്ട് തോന്നുള്ളൂ. അപ്പോൾ ഓപ്പർച്യൂണിറ്റികളിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറി നിൽക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് സൈക്കോളജി അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പർച്യൂണിറ്റികൾ എല്ലാം നമ്മൾ എടുക്കാൻ നോക്കും. അപ്പം നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റികളെല്ലാം നമുക്ക് പ്രതീക്ഷകളാണ്. അപ്പോൾ ഓരോ ഓപ്പർച്യൂണിറ്റികളും നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കും, പ്രതീക്ഷയോടുകൂടി ട്രേഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ മിക്കവാറും നമ്മൾ ചില സമയങ്ങളിൽ ലോസ് ആവുകയും, നമ്മൾ ഓൾറെഡി ഫൈനലൈസ് ചെയ്തിരിക്കുന്ന ഒരു ദിവസത്തെ ലോസ് മറികടന്ന് വീണ്ടും ലോസ് ആവുകയും ചെയ്യും. വീണ്ടും നമ്മൾ നമ്മുടെ പ്രതീക്ഷകളിലാണ് ഉറച്ചു നിൽക്കുക, നമ്മളിൽ ഉറച്ചു നിൽക്കുക, നിയമങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൂടെ നമ്മൾ പ്രതീക്ഷകളിലേക്ക് നിൽക്കും. അങ്ങനെ 3:30 വരെ മാർക്കറ്റിൽ നമുക്ക് റിക്കവർ ആകും, നമ്മുടെ ലോസ് റിക്കവർ ആകും എന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും ട്രേഡിലേക്ക് എൻ്റർ ചെയ്യും, ഓവർ ട്രേഡ് ചെയ്യും, റിവഞ്ച് ട്രേഡ് ചെയ്യും. അവസാനം നമ്മൾ ചിലപ്പോൾ ഹ്യൂജ് ലോസിലേക്കും, ചില സമയങ്ങളിൽ നമ്മുടെ ക്യാപിറ്റൽ തന്നെ വൈപ്പ് ഔട്ട് ആകുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ട്രേഡിങ്ങിൽ പ്രതീക്ഷ വേണ്ട. ട്രേഡിങ്ങിൽ നമുക്ക് വേണ്ടത് നിയമങ്ങളാണ്. നമ്മൾ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കി നമ്മൾ തന്നെ നിയമങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. എങ്ങനെയാണ് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്? നമുക്ക് ഒരു ദിവസം ചെയ്യേണ്ട ട്രേഡിൻ്റെ എണ്ണത്തിൽ നമുക്ക് ലിമിറ്റേഷൻ കൊണ്ടുവരാം. നമുക്ക് ഒരു ട്രേഡിൽ മാക്സിമം അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന ലോസിൽ നമുക്ക് ലിമിറ്റേഷൻ കൊണ്ടുവരാം. അതുപോലെ തന്നെ നമ്മൾക്ക് എത്ര ട്രേഡ് നമുക്ക് ഒരു ദിവസം ചെയ്യാം, അതിലും നമുക്ക് ലിമിറ്റേഷൻ കൊണ്ടുവരും. സപ്പോസ് നിങ്ങളുടെ ക്യാപിറ്റൽ ഒരു 60,000 ആണെന്ന് വിചാരിക്കും. അതിൻ്റെ ഒരു 2% 1,200 മാത്രമേ ഞാനൊരു ദിവസം മാർക്കറ്റിൽ നിന്ന് ലോസ് ആക്കിയുള്ളൂ. അപ്പോൾ ആ ഒരു ലോസ് മാക്സിമം ഫൈനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എത്ര ട്രേഡ് നിങ്ങൾ ഒരു ദിവസം ചെയ്യുമെന്ന് നോക്കണം. ഒരു ട്രേഡ് നിങ്ങൾക്ക് എത്ര ലോസ് നമുക്ക് മാക്സിമം അഫോർഡ് ചെയ്യാൻ പറ്റും. ഒരു ട്രേഡിൽ 600 റുപ്പീസ് ആണെന്ന് വരികയാണെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞ സിനാരിയോ പ്രകാരം നിങ്ങൾക്ക് മാക്സിമം 2 ട്രേഡ് നിങ്ങൾ ലോസ് ആയിക്കുമ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡിങ്ങിൽ നിന്ന് മാറി നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുക, പകരം മാർക്കറ്റിനെ അനലൈസ് ചെയ്യുക മാത്രം ചെയ്യുക. ഹ്യൂമൻ സൈക്കോളജി പ്രകാരം നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എങ്ങനെ നമുക്ക് ഇമോഷൻ ഓവർകം ചെയ്യാൻ പറ്റും? അതിന് നമുക്ക് ഏറ്റവും പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്, നമ്മൾ റൂൾസ് ഉണ്ടാക്കി റൂൾസ് സ്റ്റിക്ക് ഓൺ ആയിട്ടിരിക്കുക, പ്രതീക്ഷകളിൽ നിന്ന് മാറി നിൽക്കുക. അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് റൂൾസ് ഉണ്ടാക്കുക, റൂൾസ് സ്റ്റിക്ക് ഓൺ ആയിട്ടിരിക്കുക, പ്രതീക്ഷകളിൽ നിങ്ങൾ ഫ്ലെക്സിബിൾ ആവുക, സ്റ്റിക്ക് ഓൺ യുവർ റൂൾസ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല ഒരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും അതുപോലെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത യൂസ്ഫുൾ കണ്ടൻറ്റുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.